നമസ്കാരം. STV ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. ADGPക്കെതിരായ പരാതിയിൽ PV അൻവർ MLA അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി. MLAയുടെ മൊഴി രേഖപ്പെടുത്തിയത് ഷൊർണൂർ ഗസ്റ്റ് ഹൌസിൽ വെച്ച് തൃശൂർ DIG തോംസൺ ജോസ് IPSന്റെ നേതൃത്വത്തിൽ. മുഖ്യമന്ത്രിയുടെ പ്രതികരണം കണ്ടിട്ടില്ലെന്ന് മാധ്യമങ്ങളോട് PV അൻവർ. തൃശൂർ പൂരം വിഷയത്തിൽ മുഖ്യമന്ത്രിയെ പൂർണ്ണമായി വിശ്വസിക്കുന്നുവെന്ന് മുൻമന്ത്രി VS സുനിൽകുമാർ. 24-ന് മുൻപ് പോലീസ് അന്വേഷണ റിപ്പോർട്ട് നൽകുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. പോലീസ് എന്തെങ്കിലും മറച്ചുപിടിക്കാൻ ശ്രമിച്ചാൽ അപ്പോൾ പ്രതികരിക്കും. പൂരം കലക്കിയവർ നടത്തുന്ന അന്വേഷണത്തിൽ തൃശൂർകാർക്ക് വിശ്വാസമില്ലെന്ന് മുൻ MP TN പ്രതാപൻ. വിഷയത്തിൽ CPIയും സുനിൽകുമാറും മുട്ടിലിടയുകയാണെന്ന് മുൻ MLA അനിൽ അക്കരെ. പോലീസ് ബസ് മാഫിയ അവിശുദ്ധ ബന്ധം ആരോപിച്ച് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മാർച്ച് പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. അകാരണമായി പിരിച്ചുവിട്ട തൊഴിലാളികളെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ സദൺ റെയിൽവേ പാഴ്സൽ മസ്ദൂർ സഭ അനിശ്ചിതകാല സമരം തുടരുന്നു. പണിമുടക്കിയ തൊഴിലാളികളെയും നേതാക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. പോലീസിനെ ഉപയോഗിച്ച് സമരം അടിച്ചമർത്താമെന്ന റെയിൽവേ ഉദ്യോഗസ്ഥരുടെ ധാരണ വ്യാമോഹം മാത്രമെന്ന് HMS നേതാക്കൾ. അനങ്ങനടി പഞ്ചായത്തിൽ അംഗൻവാടി ജീവനക്കാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് നിയോഗിച്ച സമിതിയിൽ രാഷ്ട്രീയ പക്ഷപാതം ആരോപിച്ച് പ്രതിപക്ഷ പ്രതിഷേധം. BJP UDF അംഗങ്ങൾ ശിശുവികസന ഓഫീസർക്ക് പരാതി നൽകി. നിലവിലെ പട്ടിക റദ്ദാക്കാതെ കമ്മിറ്റിയിലേക്ക് പുതിയ അംഗങ്ങളെ തെരഞ്ഞെടുത്ത നടപടി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യം. പട്ടാമ്പി ചെർപ്പുളശ്ശേരി റൂട്ടിൽ പാതയിലെ മൺകൂന യാത്രാക്ലേശം രൂക്ഷമാക്കുന്നു. ഗതാഗത കുരുക്കിനു പുറമെ പാതയിൽ ചെളി നിറയുന്നതും പതിവായെന്ന് യാത്രക്കാർ. പാതയിലെ മണ്ണു നീക്കാൻ അധികൃതർ ഉടൻ നടപടിയെടുക്കണമെന്ന് ആവശ്യം. നേരിന്റെ വഴികാട്ടിയായി ഗുരുദർശനങ്ങൾ. ശ്രീനാരായണ ഗുരു സമാധി ദിനം, ഉപവാസം, സമൂഹ പ്രാർത്ഥന തുടങ്ങിയ പരിപാടികളോടെ ആചരിച്ചു. ഗുരുസ്മരണയിൽ നാണ്. വാർത്തകൾ വിശദമായി. ADGP MR അജിത് കുമാറിനെതിരായ പരാതിയിൽ PV അൻവർ MLA അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി. ഷൊർണൂർ PWD റെസ്റ്റ് ഹൌസിൽ വെച്ച് തൃശൂർ DIG തോംസൺ ജോസ് IPSന്റെ നേതൃത്വത്തിലാണ് മൊഴി രേഖപ്പെടുത്തിയത്. ADGP MR അജിത് കുമാറിനെതിരെയുള്ള പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ പരാതി നൽകുന്നതിനായി ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് PV അൻവർ MLA ഷൊർണൂരിലെത്തിയത്. ഷൊർണൂർ PWD റെസ്റ്റ് ഹൌസിൽ വെച്ചാണ് MLAയുടെ മൊഴിയെടുത്തത്. തൃശൂർ DIG തോംസൺ ജോസ് IPSന്റെ നേതൃത്വത്തിൽ PV അൻവർ MLAയുടെ മൊഴി രേഖപ്പെടുത്തി. അതേസമയം ADGPക്കെതിരായ ആരോപണങ്ങളിൽ അൻവറിനെ തള്ളുന്ന നിലപാടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ചത്. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണങ്ങൾ കണ്ടിട്ടില്ലെന്നും വിശദമായ പത്രസമ്മേളനം നിലമ്പൂരിൽ നടത്തുമെന്നും മാത്രമാണ് അൻവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഈ തെളിവുകളൊക്കെ കൈമാറിയിട്ടുള്ളത് ശശിക്കെതിരായ തെളിവുകളൊക്കെ കൈമാറി അന്വേഷണ സംഘത്തിന് തെളിവ് സംബന്ധിച്ച് ഒന്നും ഞാൻ പറഞ്ഞ 5 മണിക്ക് പ്രസ് കോൺഫറൻസ് എന്തെങ്കിലും ബേജാറാവുന്നത് എനിക്കില്ലാത്ത ബേജാറെന്തിനാ നിങ്ങൾക്ക്? ന്യൂസ് സെന്റർ ഷൊർണൂർ. തൃശൂർ പൂരം വിഷയത്തിൽ മുഖ്യമന്ത്രിയെ പൂർണ്ണമായി വിശ്വസിക്കുന്നുവെന്ന് CPI നേതാവും മുൻ മന്ത്രിയുമായ VS സുനിൽകുമാർ. ഒരാഴ്ചയ്ക്കുള്ളിൽ പോലീസ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. 24-ാം തീയതിക്ക് മുൻപ് റിപ്പോർട്ട് നൽകുമെന്ന ഉറപ്പ് വിശ്വസിക്കുകയാണെന്നും ബാക്കി കാര്യങ്ങൾ റിപ്പോർട്ട് വന്ന ശേഷം തുറന്നു പറയുമെന്നും സുനിൽകുമാർ തൃശൂരിൽ പറഞ്ഞു. നിവേദനം ഗൗരവമായി എടുത്ത് അതിൽ റിപ്പോർട്ട് വേണമെന്നാണ് അന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. റിപ്പോർട്ട് സമർപ്പിക്കാൻ കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നുവെന്നാണ് മുഖ്യമന്ത്രി വെളിപ്പെടുത്തിയത്. സമയമനുവദിച്ചതും നീണ്ടുപോയതും സംബന്ധിച്ച് പ്രശ്നമില്ല. ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അത് അങ്ങനെ കാണാം. 24-ാം തീയതിക്ക് മുമ്പായി റിപ്പോർട്ട് നൽകുമെന്ന ഉറപ്പ് വിശ്വസിക്കുകയാണ്. റിപ്പോർട്ട് പുറത്തുവന്നതിന് ശേഷം തനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. പൂരം വിഷയത്തിൽ ചില കാര്യങ്ങൾ തന്റെ മനസ്സിലുണ്ട്. അത് അന്വേഷണ പരിധിയിൽ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. വന്നിട്ടില്ലെങ്കിൽ അപ്പോൾ പ്രതികരിക്കാം. ഒരു സ്ഥാനാർത്ഥി പരാജയപ്പെട്ടതിന്റെ പേരിലുള്ള ജൽപ്പനങ്ങളല്ല ഇപ്പോൾ പറയുന്നതെന്നും ഇതൊരു തൃശൂർക്കാരന്റെ വികാരമാണെന്നും സുനിൽകുമാർ കൂട്ടിച്ചേർത്തു. അപ്പോൾ പൂർണ്ണമായിട്ടും മുഖ്യമന്ത്രി പറഞ്ഞനുസരിച്ച് 24-ാം തീയതി റിപ്പോർട്ട് വരട്ടെ, വന്നതിന് ശേഷം പ്രതികരിക്കുന്നതാണ് ഉചിതം എന്നാണ് എനിക്ക് പറയുന്നത്. 5 മാസം എന്താ നടന്നതിനെ സംബന്ധിച്ച് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രി ഗവൺമെൻറ്റിന് വേണ്ടി പറഞ്ഞിരിക്കുന്ന കാര്യം മുഖവിലേക്ക് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പക്വമായ നിലപാട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ അതിനകത്തുണ്ട്. എന്താണ് സംഭവിച്ചത് സംബന്ധിച്ച് ആ കാര്യങ്ങളെല്ലാം അന്വേഷണ പരിധിയിൽ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അന്വേഷണ പരിധിയിൽ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ പറയുമല്ലോ, അത് മാത്രം അന്വേഷിച്ചിട്ടില്ല അല്ലെങ്കിൽ അന്വേഷിക്കണം എന്ന് പറയാമല്ലോ നമുക്ക്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം അപ്പോൾ പറയുന്നതാണ് ഏറ്റവും നല്ലത്, ഇപ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ. ഇത് ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഒരു സ്ഥാനാർത്ഥി പരാജയപ്പെട്ടതിൻ്റെ പേരിൽ പറയുന്ന ജൽപ്പനങ്ങളല്ല.
തൃശ്ശൂരിലെ ഒരു പിന്നെ പ്രാദേശികമായി ഇവിടെ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. പൂരം കലക്കിയതിന് നേതൃത്വം നൽകിയവർ നടത്തുന്ന അന്വേഷണത്തിൽ തൃശൂരുകാർക്ക് വിശ്വാസമില്ലെന്ന് മുൻ MP TN പ്രതാപൻ. വിഷയത്തിൽ CPIയും സുനിൽകുമാറും മുട്ടിലിഴയുകയാണെന്ന് മുൻ MLA അനിലക്കരെ പ്രതികരിച്ചു. കള്ളന്റെ കയ്യിലെ താക്കോലിൽ തൃശൂരുകാർക്ക് വിശ്വാസമില്ലെന്ന് TN പ്രതാപനും അനിൽ അക്കരയും പ്രതികരിച്ചു. പൂരം കലക്കിയ വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണം. മുഖ്യമന്ത്രി ഇടപെട്ടാണ് റിപ്പോർട്ട് പൂഴ്ത്തിയതെന്നും CPIയും സുനിൽകുമാറും മുട്ടിൽ ഇഴയുകയാണെന്നും ഇരുവരും കുറ്റപ്പെടുത്തി. സുരേഷ് ഗോപിയെ സേവാഭാരതിയുടെ ആംബുലൻസിൽ എത്തിക്കാൻ നേതൃത്വം നൽകിയത് ADGPയാണ്. മുഖ്യമന്ത്രിയുടെ മാനസികപുത്രനാണ് ADGP എന്ന് ഇന്നത്തോടെ വ്യക്തമായി കഴിഞ്ഞു. BJPയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള രാമസേതുവാണ് ADGP. പൂരം കലക്കിയതിന് നേതൃത്വം നൽകിയവർ നടത്തുന്ന അന്വേഷണത്തിൽ തൃശൂരുകാർക്ക് വിശ്വാസമില്ലെന്നും TN പ്രതാപൻ, അനിൽ അക്കര എന്നിവർ പറഞ്ഞു. വിശ്വസ്തന്മാരായിരുന്നവരെ മുഖ്യമന്ത്രി തള്ളി പറയാം. എന്നാൽ ADGPയെ MR അജിത് കുമാറിനെ മുഖ്യമന്ത്രി ഇന്ന് ന്യായീകരിച്ചിരിക്കുന്നു. അപ്പൊ മുഖ്യമന്ത്രിയുടെ മാനസപുത്രനാണ് ADGP MR അജിത് കുമാർ എന്ന കാര്യം ഇന്നത്തോടുകൂടി വ്യക്തമായി. അവിടെ മുഖ്യമന്ത്രിയുടെ മാനസപുത്രനായ ADGPക്ക് ഒരു പോറലേൽക്കാനും അദ്ദേഹം സമ്മതിക്കില്ല. ഇപ്പൊ എന്താണ് നീക്കാത്തത്? അത് മുഖ്യമന്ത്രിക്ക് വേണ്ടി RSS നേതാക്കളുമായി ഇടനിലക്കാരനായി സംസാരിച്ചു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് അന്ന് വിജിലൻസ് ഡയറക്ടർ ആണെന്ന ഒരു ആരോപണത്തിന്റെ ഭാഗമാക്കി മുഖ്യമന്ത്രി മാറ്റി MR അജിത് കുമാറിനെ. ഇന്ന് മാറ്റാത്തത് അത് P ശശിയും MR അജിത് കുമാറും മുഖ്യമന്ത്രിയും ഉൾപ്പെട്ട മൂവർ സംഘമാണ്. നേരത്തെ വർക്കിംഗ് പ്രസിഡന്റ് പറഞ്ഞ രാമസേതുവിന്റെ പാലത്തിന്റെ നെടും തൂണുകൾ എന്നുള്ളതുകൊണ്ടാണ്. അത് വളരെ ക്ലിയർ ആണ് ഈ വിഷയം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ബസ് മാഫിയ സംഘങ്ങളും പോലീസും തമ്മിലുള്ള അവിഹിത ബന്ധം ആരോപിച്ച് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് മാർച്ച്. പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ബസ് മാഫിയ സംഘങ്ങളെ കുന്നംകുളം പോലീസ് പിന്തുണയ്ക്കുകയാണെന്ന് ആരോപിച്ചാണ് പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തിയത്. ബസ്സുകളുടെ മത്സരയോട്ടത്തിൽ മുണ്ടൂരിൽ വെച്ച് മരണപ്പെട്ട കേച്ചേരി സ്വദേശിയായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുടെ മരണം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചതിന് കേച്ചേരി ആക്ട് സെക്രട്ടറിയും യൂത്ത് കോൺഗ്രസ് നേതാവുമായ MM മോഹസിനെതിരെ കലാപത്തിന് ആഹ്വാനം ചെയ്തുവെന്ന വകുപ്പ് ചുമത്തി കുന്നംകുളം പോലീസ് കേസെടുത്തിരുന്നു. ഈ സംഭവത്തിൽ ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. പോലീസ് സ്റ്റേഷൻ മാർച്ച് DCC സെക്രട്ടറി KC ബാബു ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി CC ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി വൈശാഖ് നാരായണസ്വാമി, DCC സെക്രട്ടറി ബിജോയ് ബാബു, യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK ശ്യാംകുമാർ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ, കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CB രാജീവ്, വിവിധ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിന് ഇടയാക്കി. ഇതേ തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പിന്നീട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അനങ്ങനടി ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടി ജീവനക്കാരുടെ നിയമനത്തിനായി നിയോഗിക്കപ്പെട്ട സമിതിയിൽ ഏകപക്ഷീയമായി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ തെരഞ്ഞെടുത്തെന്നാരോപിച്ച് പ്രതിപക്ഷ പ്രതിഷേധം. നിലവിലെ പട്ടിക റദ്ദാക്കാതെ കമ്മിറ്റിയിലേക്ക് പുതിയ അംഗങ്ങളെ തെരഞ്ഞെടുത്ത നടപടി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് BJPയും UDFും ശിശുവികസന ഓഫീസർക്ക് പരാതി നൽകി. അനങ്ങനടി ഗ്രാമപഞ്ചായത്തിലെ ഹെൽപ്പർ വർക്കർ തസ്തികയിലേക്ക് നടന്ന നിയമനത്തിൽ സമിതിയിലെ 2 സാമൂഹിക പ്രവർത്തകരെ ഏകപക്ഷീയമായി മാറ്റി പകരം 2 പേരെ നിലവിലെ പട്ടിക റദ്ദാക്കാതെ ഉൾപ്പെടുത്തിയത് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് BJPയും കോൺഗ്രസും ആരോപിക്കുന്നത്. അംഗൻവാടികളിലെ വർക്കർമാരെയും ഹെൽപ്പർമാരെയും തെരഞ്ഞെടുക്കുന്നതിന് നിശ്ചയിക്കപ്പെട്ട കൂടിക്കാഴ്ച മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം പഞ്ചായത്ത് ഓഫീസിൽ നടത്തിയ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു. കമ്മിറ്റിയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുത്തത് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് BJPയും UDFും ശിശുവികസന ഓഫീസർക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ച സദൻ റെയിൽവേ പാർസൽ മസ്ദൂർ സഭ തൊഴിലാളികളെയും നേതാക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്തു.
പോലീസിനെ ഉപയോഗിച്ച് സമരം അടിച്ചമർത്താമെന്ന റെയിൽവേ ഉദ്യോഗസ്ഥരുടെ ധാരണ വ്യാമോഹം മാത്രമാണെന്ന് HMS നേതാക്കൾ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസമാണ് പിരിച്ചുവിട്ട തൊഴിലാളികളെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ സദേൺ റെയിൽവേ പാഴ്സൽ മസ്ദൂർ സഭ അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. സമരത്തിലേർപ്പെട്ട തൊഴിലാളികളെയും നേതാക്കളെയും ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. സമരം അടിച്ചമർത്താനാണ് റെയിൽവേ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതെന്നും എന്നാൽ ഇത് വിലപ്പോകില്ലെന്നും HMS സംസ്ഥാന കമ്മിറ്റി അംഗം രാഹുൽ വി നായർ പറഞ്ഞു. ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള തൊഴിലാളി ചൂഷണം പിന്തുടരുന്ന റെയിൽവേ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും പിരിച്ചുവിട്ട തൊഴിലാളികളെ തിരിച്ചെടുക്കും വരെ സമരം തുടരുമെന്നും യൂണിയൻ ഭാരവാഹികൾ അറിയിച്ചു. പി ശ്രീജിത്ത് രാജൻ, TP പുഷ്പരാജൻ, PP രാജേഷ്, VN രാജേഷ്, PA ബാബു എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. റോഡിലെ മൺകൂന കാരണം വശം കെട്ട് യാത്രക്കാർ. പട്ടാമ്പി ചെർപ്പളശ്ശേരി റൂട്ടിലാണ് ഈ ദുരവസ്ഥ. ഗതാഗതക്കുരുക്കും റോഡിൽ ചെളി നിറയുന്നതും പതിവ് കാഴ്ചയാണ്. അധികൃതരുടെ ഇടപെടൽ ഉടൻ ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമാണ്. പട്ടാമ്പി ചെർപ്പളശ്ശേരി റോഡിൽ കൂമ്പൻകല്ലിനും ഗവൺമെന്റ് കോളേജിനും ഇടയിലായാണ് പൊതുമരാമത്ത് വകുപ്പ് റോഡ് വിഭാഗത്തിന്റെ മണ്ണ് കുന്നുകൂടി കിടക്കുന്നത്. റോഡരികിൽ പൊതുമരാമത്ത് വകുപ്പ് കൂട്ടിയിട്ട മണ്ണ് 1 വർഷം കഴിഞ്ഞിട്ടും ഇതുവരെ മാറ്റാനായില്ല. കൂമ്പൻകല്ല് ശങ്കരമംഗലം റോഡ് നവീകരണത്തിന് നടന്ന അഴുക്കുചാൽ നിർമ്മാണത്തിന് റോഡരികിൽ നിന്നും മാറ്റിയ മണ്ണാണ് സൈഡിൽ കൂട്ടിയിട്ടിരിക്കുന്നത്. ശങ്കരമംഗലം കൂമ്പൻകല്ല് റോഡ് നവീകരണം പൂർത്തിയാക്കി 1 വർഷം കഴിഞ്ഞിട്ടും മണ്ണ് നീക്കം ചെയ്യാനായിട്ടില്ല. പട്ടാമ്പി ചെർപ്പളശ്ശേരി റോഡിൽ വാഹന ലൈസൻസ് പരിശോധന നടക്കുന്നിടത്താണ് മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നത്. റോഡരികിൽ ധാരാളം സ്ഥലമുണ്ടായിട്ടും മണ്ണ് കൂടിക്കിടക്കുന്നതിനാൽ വാഹന പരിശോധന നടക്കുന്ന സമയത്ത് റോഡിൽ വാഹന കുരുക്ക് പതിവാണ്. മണ്ണ് കൂടിക്കിടക്കുന്നതിനാൽ പ്രദേശത്ത് മണ്ണ് ഒലിച്ചിറങ്ങി ചെളി കെട്ടുന്നതും പതിവാണ്. KSEB വൈദ്യുത പോസ്റ്റുകൾ സ്റ്റോക്ക് ചെയ്യുന്ന സ്ഥലത്ത് മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നത് KSEBക്കും പ്രയാസമുണ്ടാക്കുന്നുണ്ട്. മണ്ണ് മാറ്റിയാൽ നിലവിൽ വാഹന പാർക്കിങ്ങിനുള്ള തടസ്സം മാറിക്കിട്ടും. മണ്ണ് മാറ്റണമെന്ന് പൊതുമരാമത്ത് വകുപ്പ് റോഡ് വിഭാഗത്തിനോട് പലതവണ ആവശ്യപ്പെട്ടുവെന്നും ഇതുവരെ ഒരു നടപടി ഉണ്ടായില്ലെന്നും നഗരസഭ ഉപാധ്യക്ഷൻ TP ഷാജി പറഞ്ഞു. അപ്പോൾ അത് മണ്ണ് മാറ്റണമെന്ന് നഗരസഭയുടെ ഭാഗത്ത് നിരവധി തവണ PWD ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് അവർ പറഞ്ഞത് ലേലം ചെയ്ത് പിന്നെ മണ്ണ് വിൽപ്പന നടത്തുന്നതിന് വേണ്ടി 3 തവണ ടെൻഡർ വിളിച്ചു എന്നാണ്. അതായത് സർക്കാർ നിശ്ചയിച്ച റേറ്റിന് ആ 3 തവണ ഏറ്റെടുക്കാൻ ആളില്ലാത്തൊരു സാഹചര്യം ഉണ്ടായി. സ്വാഭാവികമായിട്ടും 3 തവണ അത്തരം ലേല നടപടികൾ പിന്നെ ടെൻഡർ നടപടികൾ ആരും എടുത്തിട്ടില്ലെങ്കിൽ ഒന്ന് Aക്ക് 25% കുറക്കാനുള്ള അധികാരമുണ്ട്. അതും കുറച്ചു. എന്നിട്ടും പോയിട്ടില്ലെങ്കിൽ പരസ്യ ലേലം വെച്ച് ഏറ്റവും കൂടുതൽ റേറ്റിന് വിളിക്കുന്ന ആളുകൾക്ക് കൊടുക്കാനുള്ള അധികാരം PWDക്ക് ഉണ്ട്. പക്ഷെ അതിന് ആവശ്യമായ ചില ഉത്തരവുകൾ മേലധികാരികളിൽ നിന്ന് ലഭിക്കാത്തത് കൊണ്ടാണ് ഈ കാലതാമസം എന്നാണ് ഷൊർണൂർ PWD ഞങ്ങളെ അറിയിച്ചിട്ടുള്ളത്. മണ്ണുമാറ്റാൻ അടിയന്തര നടപടി വേണമെന്നും ഇക്കാര്യത്തിൽ ഷാജി ആവശ്യപ്പെട്ടു. അതേസമയം മണ്ണുമാറ്റാൻ നടപടി സ്വീകരിക്കാത്തതല്ലെന്നും മണ്ണ് ലേലത്തിൽ പോകാത്തതാണ് കാരണമെന്നും പൊതുമരാമത്ത് വകുപ്പ് അധികൃതരും അറിയിച്ചു. 3 തവണ ലേലത്തിൽ വെച്ചെങ്കിലും മണ്ണ് ലേലത്തിൽ പോയില്ല. തുടർന്ന് 25% വിലക്കുറവിൽ ലേലത്തിൽ വെച്ചിട്ടും വിളിച്ചെടുക്കാൻ ആളെത്തിയില്ല. ഇനി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ചീഫ് എഞ്ചിനീയറുമാണ്. മണ്ണിന് സർക്കാർ നിശ്ചയിച്ച ഉയർന്ന വിലയാണ് മണ്ണ് ലേലത്തിൽ പോകാത്തതിന് കാരണമെന്ന് അറിയുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ കടലാനയുടെ ജഡം കണ്ടെത്തി. BBC സ്പീഡ് ബോട്ടിൽ യാത്രക്കാരുമായി പോകവേ കരയിൽ നിന്ന് 2 നോട്ടിക്കൽ മൈൽ അകലെ ഇന്നലെ വൈകിട്ട് 5 മണിക്കാണ് ജഡം കണ്ടെത്തിയത്. കടലിൽ പൊങ്ങിക്കിടക്കുന്ന നിലയിലാണ് ജഡം. രൂക്ഷമായ ദുർഗന്ധം അനുഭവപ്പെടുന്നുണ്ടെന്ന് ബോട്ടിലുണ്ടായിരുന്നവർ പറഞ്ഞു. വടക്കാഞ്ചേരി എങ്കക്കാട് വട്ടപ്പറമ്പിൽ കണ്ടെത്തിയ കൂറ്റൻ മലമ്പാമ്പിനെ പിടികൂടാനായില്ല. ഇന്നലെ രാത്രിയാണ് ഇരുചക്ര വാഹന യാത്രികൻ KSEB സബ്സ്റ്റേഷനു പിറകിൽ വെള്ളച്ചാലിലൂടെ 10 അടിയോളം നീളം വരുന്ന മലമ്പാമ്പ് ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പിലേക്ക് കയറുന്നത് കണ്ടത്. അധികൃതരെ വിവരമറിയിച്ചതിനെ തുടർന്ന് പാമ്പ് പിടുത്ത വിദഗ്ധൻ കൂടിയായ ഫോറസ്റ്റ് വാച്ചർ രതീഷ് സ്ഥലത്തെത്തിയെങ്കിലും പാമ്പിനെ പിന്നീട് കണ്ടെത്താനായില്ല. പാമ്പിനെ പിടികൂടാൻ കഴിയാത്തത് പ്രദേശത്ത് ആശങ്കയ്ക്കിടയാക്കിയിട്ടുണ്ട്. ഖത്തർ KMCC പട്ടാമ്പി മണ്ഡലം കമ്മിറ്റിയും MSF പട്ടാമ്പി നിയോജകമണ്ഡലം കമ്മിറ്റിയും സംയുക്തമായി നടപ്പിലാക്കുന്ന ചിറക് വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. സാമൂഹിക സേവന പ്രവർത്തനം ഏറെ മഹത്തരമാണെന്നും ഖത്തർ KMCCയുടെ പ്രവർത്തനം മാതൃകാപരമാണെന്നും ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CMA കരീം പറഞ്ഞു.
പട്ടാമ്പി മണ്ഡലത്തിലെ 60 വിദ്യാർത്ഥികൾക്കാണ് പ്രതിവർഷം 10,000 രൂപ വീതം നൽകുന്നത്. ഖത്തർ KMCC പട്ടാമ്പി നിയോജകമണ്ഡലം കമ്മിറ്റിയും MSF പട്ടാമ്പി നിയോജകമണ്ഡലം കമ്മിറ്റിയും സഹകരിച്ച് നടപ്പിലാക്കുന്ന ചിറക് വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CMA കരീം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സാമ്പത്തികം, സ്ഥാപനങ്ങളുടെ കുറവ്, വിദ്യാഭ്യാസ രംഗത്തിനുള്ള താല്പര്യമില്ലായ്മ, ഇതൊക്കെ തന്നെ നമ്മുടെ ഇന്നലകളിൽ നമ്മുടെ പൂർവ്വപിതാക്കൾക്ക് ലഭിക്കാതെ പോയിട്ടുള്ള ഒരു വലിയ സൗകര്യമാണ് ഇന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിട്ടുള്ളത്. LP സ്കൂൾ പോലും വേണ്ടത്ര ഇല്ലാതെ, അതിന് പോലും വീടുകളിൽ നിന്നും അത്രയും ദൂരം പോകാൻ കഴിയാത്ത, പറഞ്ഞയക്കാൻ താല്പര്യമില്ലാത്ത അങ്ങനെ സമൂഹത്തെയാണ് കഴിഞ്ഞ കാലം നമ്മൾ കടന്നു പോയിട്ടുള്ളത്. പട്ടാമ്പി മണ്ഡലത്തിലെ 60 വിദ്യാർത്ഥികൾക്കാണ് വർഷവും 10,000 രൂപ വീതം സ്കോളർഷിപ്പായി നൽകുന്നത്. വൈറ്റ് ഗാർഡനിലുള്ള ആദരവും ചടങ്ങിൽ സംഘടിപ്പിച്ചു. ചടങ്ങിൽ KMCC ജില്ലാ പ്രസിഡന്റ് PP ജാഫർ സാദിഖ് അധ്യക്ഷത വഹിച്ചു. MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MS സമദ്, ജില്ലാ ഭാരവാഹികളായ KTA ജബ്ബാർ, PT മുഹമ്മദ്, CS സാജിദ്, E മുസ്തഫ മാസ്റ്റർ, KP മുഹമ്മദ് അലി, ഗഫൂർ ചല്ലിയിൽ, VT സാജിദ്, ഫാറൂഖ് പനംകുറ്റിയിൽ, KV മുഹമ്മദ്, ഉമ്മർ മാഞ്ഞാമ്പ്ര, ഉസ്മാൻ മച്ചിങ്ങത്തൊടി, KKM ഷെരീഫ്, ഇസ്മായിൽ വിളയൂർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. ചെറുതുരുത്തി പൈങ്കുളം റോഡ് SNDP മേച്ചേരിക്കുന്ന് ശാഖയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരു സമാധി ദിനം ആചരിച്ചു. SNDP ചേലക്കര യൂണിയൻ സെക്രട്ടറി KR വിദ്യാധരൻ ഉദ്ഘാടനം ചെയ്തു. അതിലൊന്ന് നമ്മളോട് പറഞ്ഞു തന്നിരുന്നത് മദ്യം എന്ന വിഷയത്തെ പറ്റിയാണ്. ഇന്നതൊരു ആഘോഷമായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ വായിച്ചു കാണും, ഇപ്പം മത്സരമുണ്ട്, ഏതൊക്കെ സോണുകളിലാണ് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റഴിച്ചിരിക്കുന്നത്. അതിനേക്കാൾ ഉപരി കഴിഞ്ഞ ദിവസം നമ്മൾ പത്രത്തിലെല്ലാം വായിച്ചു, ഒരു ഡോക്ടറെ കാമുകനും കൂടി ഒരു ഇടിച്ചിട്ട സ്ത്രീയുടെ ശരീരത്തിൽ കൂടെ കയറിപ്പോയൊരു വാഹനം അവർ കഴിച്ചിരുന്നത് മദ്യത്തിനേക്കാൾ 100 മടങ്ങ് വിഷലിപ്തമായ മറ്റ് രാസലഹരിയാണ് എന്ന് മനസ്സിലാക്കേണ്ടി. ശാഖ ഓഫീസ് ഹാളിൽ വെച്ച് നടന്ന സമാധി ദിനാചരണ പരിപാടിയിൽ സംഘടനയുടെ സ്ഥാപക നേതാവ് S നളിനാശൻ, ശാഖയുടെ ആദ്യ സെക്രട്ടറി KG ചന്ദ്രശേഖരൻ എന്നിവരുടെ അനുസ്മരണവും ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന സദസ്സും നടന്നു. പരിപാടിയിൽ ശാഖാ പ്രസിഡന്റ് PV സഹദേവൻ അധ്യക്ഷനായി. SNDP ഡയറക്ടർ ബോർഡ് അംഗം സുജാ സുദേവൻ മുഖ്യപ്രഭാഷണം നടത്തി. ചേലക്കര യൂണിറ്റ് സെക്രട്ടറി BM ധർമ്മപാലൻ, മാളവിക ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ശാഖാ സെക്രട്ടറി OS രവീന്ദ്രൻ സ്വാഗതവും യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് MK രാജേഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഗുരുദർശനങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നതിലൂടെ സമൂഹം നേരിടുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാനാകുമെന്ന് പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ. പാലക്കാട് ഗുരുധർമ്മ പ്രചരണ സഭയുടെ ശ്രീനാരായണ ഗുരു സമാധി ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ഏതു പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ കരുത്തുള്ളതാണ് ഗുരുദർശനങ്ങളെന്നും പ്രമീള ശശിധരൻ പറഞ്ഞു. ബന്ധങ്ങളുടെ അകൽച്ചയാണ് ഇന്ന് വലിയ പ്രശ്നമായി നിലനിൽക്കുന്നത്. നന്മയിൽ നിന്നും കാരുണ്യത്തിൽ നിന്നുമുള്ള അകൽച്ചയാണ് ഇതിന് കാരണമെന്നും ജാതിയുടെയും മതത്തിന്റെയും വേർതിരിവില്ലാതാക്കാൻ ഗുരുദർശനത്തിന് കഴിയുമെന്നും പ്രമീള ശശിധരൻ കൂട്ടിച്ചേർത്തു. ഇന്ന് ഒരുപാട് പരിപാടികൾ കാരണം നമുക്കറിയാവുന്ന മൈതാനത്ത് നമ്മുടെ ദൈവദശകത്തിന്റെ ഒരു പാട്ടും അനുബന്ധിച്ചൊരു നൃത്ത ആവിഷ്കാരം നടത്തിയാണ്. അതിന്റെയൊക്കെ ഭാഗമായിട്ട് ഒരുപാട് ആൾക്കാർ അവിടെ അതിന്റെ തിരക്കിലായിരിക്കുമെന്ന് തോന്നുന്നു. അതാണ് ഈ ഒരു ഇവിടെ സൃഷ്ടിച്ച സദസ്സ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നത്തെ ഈ പരിപാടികളുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയിട്ടുള്ളവർ ഇന്ന് നമ്മുടെ ശ്രീനാരായണ ഗുരുദേവന്റെ ധർമ്മങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഗുരുസമാധി ദിനാചരണത്തോടനുബന്ധിച്ച് ഉപവാസം, സമൂഹ പ്രാർത്ഥന, വിശ്വശാന്തി പ്രഭാഷണം എന്നിവ നടന്നു. ഗുരുധർമ്മ പ്രചരണ സഭ പ്രസിഡന്റ് VV വിജയൻ അധ്യക്ഷത വഹിച്ചു. മഹാബോധി മിഷൻ ചെയർമാൻ ഹരിദാസ് ബോധ്, സെക്രട്ടറി V വിജയമോഹനൻ, ട്രഷറർ CG ജാനകി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മണ്ണൂരിൽ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം സംഘടിപ്പിച്ചു. മണ്ണൂർ പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു.
മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയായ VM അൻവർ സാദിഖിന്റെ ഏക്കറുകളോളമുള്ള നെൽപ്പാടത്ത് കൃഷി ഇറക്കാതിരുന്നാൽ നെൽവയലിൽ കൊടി സ്ഥാപിക്കുന്നതിനോടൊപ്പം പാർട്ടി ഏറ്റെടുത്ത് കൃഷി നടത്തുമെന്ന് കഴിഞ്ഞ ദിവസം CPI പ്രവർത്തകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു. CPI നടത്തിയ പ്രസ്താവനയ്ക്കെതിരെയാണ് മുസ്ലിം ലീഗ് മണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം സംഘടിപ്പിച്ചത്. താൻ മത്സരിച്ച് വിജയിച്ചപ്പോൾ തുടങ്ങിയതാണ് തനിക്കെതിരെയുള്ള CPIയുടെ അപവാദ പ്രചരണം. പ്രദേശത്തെ തന്റേതല്ലാത്ത കൃഷിസ്ഥലങ്ങൾ പോലും CPI പ്രവർത്തകർ തന്റെ കൃഷിസ്ഥലമായി ചിത്രീകരിക്കുകയാണെന്നും നെൽവയലിന്റെ പേര് പറഞ്ഞുകൊണ്ടുള്ള ഭീഷണിപ്പെടുത്തലെന്നും വിലപ്പോകില്ലെന്നും VM അൻവർ സാദിഖ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇതെല്ലാം ജീവിക്കുന്നുണ്ടല്ലോ, ഇതിന്റെ സ്ഥലം ഉടമകൾ ജീവിക്കുന്നുണ്ടല്ലോ, ഇതിന് സാക്ഷി നിന്ന ആളുകൾ ജീവിക്കുന്നുണ്ടല്ലോ, ഇതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളവരാണെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അടക്കമുള്ള എല്ലാ ആളുകളും ഇവിടെ ജീവിക്കുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാണ് വെറുതെ ഇല്ലാത്തത് പറയുന്നത്? തരിശുനിലത്തിന്റെ പേര് പറഞ്ഞ്. നിങ്ങൾക്കറിയാം, ഈ പറയുന്ന റോഡിന്റെ വശം മുഴുവൻ എന്റെ അല്ല. ഇടതുവശം ചിന്തിക്കാം, ഇടതുവശം തരിശുള്ളത് ആരുടെയാണ്? എന്റെ സ്ഥലമുണ്ടോ അവിടെ? എന്റെ സ്ഥലമില്ല അവിടെ. ഇവിടെ ഏത് പാടം കണ്ടാലും എന്റെ പേരൊട്ടിക്കണ്ട. KM അബ്ദുൽ ഹക്കീം അധ്യക്ഷനായി. കേരള ലോയേഴ്സ് ഫോറം ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് ബിലാൽ മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് അംഗം PU റജുല, KP മുനീർ, CH ജബ്ബാർ, S ഷഫീർ, PM സാദിഖ് അലി, S സൈഫുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കേരള സർക്കാർ വെറ്റിനറി ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കലാമേള ഷൊർണൂരിൽ നടന്നു. നിഹാരിക 2024 എന്ന പേരിൽ നിള റെസിഡൻസിയിൽ സംഘടിപ്പിച്ച കലാമേള അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ കുര്യാക്കോസ് മാത്യു ഉദ്ഘാടനം ചെയ്തു. സർവീസ് സംഘടനകൾ എന്നും പോരാട്ടത്തിന്റെ പാതയിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. സർവീസ് സംഘടനയെ സംബന്ധിച്ചോളം എന്നും പോരാട്ടങ്ങളാണ്, പോരാട്ടങ്ങൾ അവസാനിക്കുന്നില്ല. പ്രൊഫഷണൽ സംഘടനകളെ സംബന്ധിച്ചോളം ആഘോഷങ്ങൾ മാത്രം മാറ്റി അവർക്ക് ചടങ്ങുകളായിട്ട് പരിപാടികൾ തീർക്കാമെങ്കിൽ സർവീസ് സംഘടനയെ സംബന്ധിച്ചിടത്തോളം പോരാട്ടങ്ങളാണ് നമ്മുടെ വിജയം. ആ പോരാട്ടങ്ങൾ അവസാനിക്കുന്നു, എന്ന് അവസാനിക്കുന്നു അന്ന് സംഘടനയുടെ പ്രസക്തി നഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മുടെ അംഗങ്ങൾക്ക് ആർക്കെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ സങ്കടപ്പെടുകയല്ല, മറിച്ച് ആ പ്രശ്നങ്ങൾ നേരിടുവാൻ അവരെ സജ്ജരാക്കി അവരോടൊപ്പം ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. KGVOA സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ സെയ്ദ് അബൂബക്കർ സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറിമാരായ ഡോക്ടർ ശിവദാസ് KT, ഡോക്ടർ ഷമീം ആലുങ്കൽ, ഡോക്ടർ B ബിജു എന്നിവർ പ്രസംഗിച്ചു. വിവിധ ജില്ലകളിൽ നിന്നുള്ള വെറ്റിനറി ഡോക്ടർമാർ ലളിതഗാനം, സംഘഗാനം, നൃത്തനൃത്യങ്ങൾ, സ്കിറ്റ്, കഥ, കവിത എന്നീ ഇനങ്ങളിലാണ് മാറ്റുരച്ചത്. സമാപന സമ്മേളനം ചെറുകഥാകൃത്ത് KV അഷ്ടമൂർത്തി ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക പ്രവർത്തകൻ ഡോക്ടർ രാജൻ ചുങ്കത്ത് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ പ്രദീപ് ജേക്കബ് സ്വാഗതവും ജനറൽ കൺവീനർ ഡോക്ടർ ലേഖ ഗ്രിഗോറിയസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മണ്ണൂർ കിഴക്കുംപുറം NC രാമൻകുട്ടി വായനശാലയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. അനുമോദന സദസ്സും പൊതുയോഗവും മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ ഉദ്ഘാടനം ചെയ്തു. ദേശസ്നേഹം ഒക്കെ ഉള്ള തലമുറയാക്കി കുട്ടികളെ വളർത്തണം. ഇല്ലാതെ ഇവർ വളർന്ന് വലുതായി നല്ല വിദ്യാഭ്യാസമൊക്കെ ആർജിച്ച് എനിക്ക് എൻ്റെ സ്വന്തം കാര്യം എന്ന് മാത്രം പോയി അല്ലേ, സ്വന്തം കുടുംബത്തെ പോലും നോക്കാത്ത അനുഭവമുണ്ട് നമുക്ക്. അത്തരം ആളുകളായി കുട്ടികൾ മാറിയതുകൊണ്ട് ഈ നാടിനോ വീടിനോ വല്ല ഗുണമൊന്നുമില്ല. അപ്പോൾ കുട്ടികളിൽ മികച്ച സാമൂഹ്യ ബോധം, അല്ലെ, സത്യസന്ധത, പരിസ്ഥിതി ബോധം, അങ്ങനെ എല്ലാം തികഞ്ഞ നല്ല കായിക ശേഷിയുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് കായികപരമായി അവരുടെ അവർക്ക് പിന്തുണ കൊടുക്കാൻ. പരിപാടിയിൽ NC മനോജ് അധ്യക്ഷനായി. ദേശീയ വടംവലി മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ S സ്നേഹ, കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് MSc നഴ്സിംഗിൽ 3ാം റാങ്ക് നേടിയ KU മീര എന്നിവരെ മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് ഉപാധ്യക്ഷൻ OV സ്വാമിനാഥൻ ഉപഹാരം നൽകി ആദരിച്ചു. വാർഡംഗം BC പ്രീത, പഞ്ചായത്ത് അംഗം AA ഷിഹാബ്, സുരേഷ് കുമാർ, ശശിധര പണിക്കർ തുടങ്ങിയവർ സംസാരിച്ചു. VK മുരളി സ്വാഗതവും സുനിത നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കല്ലൂർ NSS കരയോഗത്തിന്റെ കുടുംബസംഗമം വിപുലമായ പരിപാടികളോടുകൂടി നടന്നു. പാലക്കാട് താലൂക്ക് യൂണിയൻ സെക്രട്ടറി N കൃഷ്ണകുമാർ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. സ്വാമി വിവേകാനന്ദൻ ഭാരത പര്യടനത്തിലേക്ക് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു കേരളത്തെ കുറിച്ച് പ്രാന്താലയമായ കേരളമെന്ന്. ആ പ്രാന്താലയമായ കേരളത്തിൽ നിന്ന് ഇന്ന് കേരള സർക്കാരിന്റെ ടൂറിസം മാപ്പിലുള്ള ദൈവത്തിന്റെ സ്വന്തം നാടായി കേരളത്തെ മാറ്റുവാൻ വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങളിൽ പ്രമുഖ സ്ഥാനം അർഹിക്കുന്ന ഒരു വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ. പക്ഷെ പലപ്പോഴും പല രംഗങ്ങളിലും മന്നത്ത് പത്മനാഭനെയും അദ്ദേഹം നൽകിയ സംഭാവനകളെയും അദ്ദേഹം നേതൃത്വം കൊടുത്ത നായർ സർവീസ് സൊസൈറ്റിയെയും
രാവിലെ കരയോഗം പ്രസിഡന്റ് MK വാസുദേവൻ പതാക ഉയർത്തിയതോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് നിരവധി പേർ പങ്കെടുത്ത ഘോഷയാത്രയുമുണ്ടായി. ഘോഷയാത്ര മന്നം നഗറിൽ സമാപിച്ചു. കരയോഗം പ്രസിഡന്റ് MK വാസുദേവൻ അധ്യക്ഷനായി. താലൂക്ക് യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ K ശിവാനന്ദൻ, U നാരായണൻകുട്ടി, KP രാജഗോപാൽ, താലൂക്ക് യൂണിയൻ വനിതാ സമാജം അംഗം M വിജയകുമാരി, യൂണിയൻ പ്രതിനിധി P രവീന്ദ്രൻ, P കൃഷ്ണകുമാർ, A ശ്രീജ, MK സത്യനാരായണൻ, ധന്യ മുരളി തുടങ്ങിയവർ സംസാരിച്ചു. കരയോഗം സെക്രട്ടറി S ശശികുമാർ സ്വാഗതവും CP സഹദേവൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് കലാപരിപാടികളും എൻഡോമെന്റ് വിതരണവും സമ്മാനദാനവും നടന്നു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആർഭാടമായ ആഘോഷങ്ങൾ ഒഴിവാക്കിയാണ് ഇത്തവണ കുടുംബസംഗമം സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പാലക്കാട് ജില്ലയിലെ ഏക വനിതാ എയ്ഡഡ് കോളേജായ മേഴ്സി കോളേജ് വജ്ര ജൂബിലി ആഘോഷം ഒക്ടോബർ 5 സമാപിക്കും. സമാപനത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ 23 മുതൽ 28 വരെ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഡോക്ടർ സിസ്റ്റർ TF ജോറി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1964 പ്രീ ഡിഗ്രിയുമായി ആരംഭിച്ച മേഴ്സി കോളേജിൽ നിലവിൽ 13 മേജർ കോഴ്സും 31 മൈനർ കോഴ്സും 12 മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുമുണ്ടെന്ന് ഡോക്ടർ സിസ്റ്റർ ജോറി TF അറിയിച്ചു. എക്സിബിഷൻ അവരിവിടെ വന്ന് ഞങ്ങളുടെ ഓഡിറ്റോറിയത്തിൽ എക്സിബിഷൻ നടത്തും. പുറത്തുള്ള ബാക്കി എല്ലാ സ്റ്റുഡൻസിനും പബ്ലിക്കിനെല്ലാം വന്ന് കാണാനുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ 26-ാം തീയതി ഞങ്ങളുടെ സാമ്പത്തിക ശാസ്ത്ര വിഭാഗം നടത്തുന്ന കൊലോക്കി എന്നൊരു ഡിബേറ്റ് നടത്തുന്നുണ്ട്. അന്ന് തന്നെ ഇംഗ്ലീഷ് വിഭാഗം നടത്തുന്ന ഇംപ്രഷൻസ് ഒരു ഫോട്ടോ എക്സിബിഷൻ അന്ന് തന്നെ സംഘടിപ്പിക്കുന്നുണ്ട്. പിന്നെ 27-ാം തീയതി സസ്യശാസ്ത്ര വകുപ്പ് നടത്തുന്ന മെഡിക്ക എന്നൊരു പ്രഭാഷണ പരിപാടിയുണ്ട്. പിന്നെ കോളേജിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ വകുപ്പുകൾ പല വിധത്തിലുള്ള സ്റ്റോളുകൾ വെച്ചിട്ടൊരു എക്സ്പോ നടത്തുന്നുണ്ട്. 27, 28 2 ദിവസത്തെ പരിപാടിയാണ്. സെപ്റ്റംബർ 23 മുതൽ 28 വരെ വിവിധ പരിപാടികൾ വജ്ര ജൂബിലി സമാപനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കും. ISRO നേരിട്ട് നടത്തുന്ന എക്സിബിഷൻ, സാമ്പത്തിക ശാസ്ത്ര വിഭാഗം നടത്തുന്ന ഡിബേറ്റ്, ഇംഗ്ലീഷ് വിഭാഗത്തിന്റെ ഇംപ്രഷൻ ഫോട്ടോ പ്രദർശനം, സസ്യശാസ്ത്ര വിഭാഗത്തിന്റെ മെഡിക്ക, വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ സ്റ്റാളുകൾ, ജന്തുശാസ്ത്ര വിഭാഗം നടത്തുന്ന വെച്ചേഴ്സ്, സോഷ്യൽ വർക്ക് വിഭാഗം നടത്തുന്ന ആർട്ടിസ്റ്ററി തുടങ്ങി എക്സ്പോയും പ്രഭാഷണങ്ങളും ഒരാഴ്ച സംഘടിപ്പിക്കും. കലാകായിക മത്സരങ്ങളും ആഘോഷത്തിന്റെ ഭാഗമായി നടത്തും. നിർധനരായ വിദ്യാർത്ഥികളുടെ വീടുകളുടെ ശോച്യാവസ്ഥ പരിഹരിച്ചു നൽകുന്നതിനൊപ്പം നിരവധി സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഇതിനകം നടപ്പാക്കിയിട്ടുണ്ട്. ജില്ലാ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗങ്ങൾക്ക് ആധുനിക ഉപകരണങ്ങൾ ആഘോഷത്തിന്റെ ഭാഗമായി കൈമാറും. മാനവസേവ ഈശ്വര സേവ എന്ന ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന കോളേജിൽ നിലവിൽ 2000-ഓളം വിദ്യാർത്ഥിനികൾ പഠിക്കുന്നുണ്ടെന്നും പ്രിൻസിപ്പാൾ ജോറി പറഞ്ഞു. അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രേഖ വാസുദേവൻ, PTA പ്രസിഡന്റ് ഭവജൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. KSFPU പട്ടാമ്പി സൗത്ത് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബമേളയും ഓണാഘോഷവും സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മളെപ്പോലെ നമ്മുടെ കുടുംബാംഗങ്ങളും അതോടൊപ്പം തന്നെ അവരുടെ എല്ലാ സ്വത്ത് സാധനങ്ങളും എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് ഒരു നിമിഷം കൊണ്ടാണ് പോയത്, അല്ലേ? അപ്പോൾ നമ്മൾ ഏകോദര സഹോദരങ്ങളെ പോലെ നമ്മൾ ജീവിക്കുന്നത്, അതുതന്നെയാണ് നമ്മൾ സർക്കാരും അംഗീകരിച്ച് നടപ്പാക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, വിപുലമായ പരിപാടികളൊന്നും തന്നെ ഇപ്രാവശ്യം ഓണത്തോടനുബന്ധിച്ചൊന്നും നടത്തി. ശനിയാഴ്ച രാവിലെ പട്ടാമ്പി പെൻഷൻ ഭവനിലായിരുന്നു KSFPU പട്ടാമ്പി സൗത്ത് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബമേളയും ഓണാഘോഷവും സംഘടിപ്പിച്ചത്. യൂണിറ്റ് പ്രസിഡന്റ് NP പിള്ള അധ്യക്ഷനായി. AP രവീന്ദ്രനാഥൻ, M രാമചന്ദ്രൻ, KM ഉണ്ണികൃഷ്ണൻ, കമലം, ബൈജു, ബാബു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് അംഗങ്ങളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. CPIM പുതുശ്ശേരി ലോക്കൽ കമ്മിറ്റി അംഗവും DYFI വില്ലേജ് സെക്രട്ടറിയുമായിരുന്ന രാജൻ അനുസ്മരണം നടന്നു. അനുസ്മരണ പൊതുയോഗം A പ്രഭാകരൻ MLA ഉദ്ഘാടനം ചെയ്തു. സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയ്ക്കു ശേഷം നടന്ന പൊതുയോഗത്തിൽ പുതുശ്ശേരി സൗത്ത് ലോക്കൽ സെക്രട്ടറി K സുരേഷ് അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി S സുഭാഷ് ചന്ദ്രബോസ്, ജില്ലാ കമ്മിറ്റി അംഗം നിതിൻ കണിച്ചേരി, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ S സുഭാഷ്, V ബിജോയ്, SB രാജു, പുതുശ്ശേരി നോർത്ത് ലോക്കൽ സെക്രട്ടറി C പ്രശാന്ത്, K അജീഷ്, N ചൊക്കനാഥൻ, R മനു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
ഷൊർണൂർ കള്ളിപ്പാടം തൃക്കോവിൽ വിഷ്ണു ക്ഷേത്രത്തിൽ സെപ്റ്റംബർ മാസത്തെ സ്പെഷ്യൽ പരിപാടിയായ ഭക്തിഗാനമഞ്ജരി അരങ്ങേറി. 100 കണക്കിന് ഭക്തർ ഗാനമഞ്ജരി ആസ്വദിക്കാൻ ക്ഷേത്രത്തിലെത്തി. ക്ഷേത്രത്തിൽ ചന്ദ്രശേഖരൻ മാസ്റ്ററും ശിഷ്യരുമാണ് ഭക്തിഗാനമഞ്ജരി ഒരുക്കിയത്. ചന്ദ്രശേഖരൻ കോട്ടിനൊപ്പം രാമനാരായണൻ, അശ്വതി ശിവറാം, ആര്യ, ചിന്മയ് നാരായണൻ, തരുൺ പരമേശ്വരൻ, വിനോദ് എന്നിവർ പങ്കെടുത്തു. കീബോർഡിൽ ഗോപി കണയവും തബലയിൽ രമേശ് ഒറ്റപ്പാലവും പിന്നണിയിൽ അകമ്പടിയായി. ക്ഷേത്രം ട്രസ്റ്റി പരമേശ്വരൻ നമ്പൂതിരി പങ്കെടുത്തവർക്ക് ഉപഹാരങ്ങൾ നൽകി. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് സി ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി പി സി രാജീവ്, ട്രഷറർ എ കെ മണികണ്ഠൻ, കമ്മിറ്റി അംഗങ്ങളായ കെ ഉണ്ണികൃഷ്ണൻ, എൻ രാജഗോപാലൻ, പി സി നിധീഷ്, എം ശങ്കരനാരായണൻ എന്നിവർ നേതൃത്വം നൽകി. 100 കണക്കിന് ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു. പ്രസാദ വിതരണവും ഉണ്ടായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചെറുതുരുത്തി നൂറുൽ ഹുദ യത്തീംഖാനയിൽ ലുബൽ അനാം മിലാദ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. നൂറുൽ ഹുദ യത്തീംഖാന വർക്കിംഗ് പ്രസിഡന്റ് MP കുഞ്ഞിക്കോയ തങ്ങൾ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കൊച്ചു കേരളത്തിലെ വയനാട് എന്ന് പറയുന്ന രാജ്യത്ത് 2 പഞ്ചായത്ത് വാർഡുകൾ പരിപൂർണമായും ഉരുൾപൊട്ടലിലൂടെ നശിക്കപ്പെട്ടു. 600ഓളം കുടുംബങ്ങൾ നഷ്ടപ്പെടുകയും അതിലേറെ ആളുകൾ മരണപ്പെടുകയും ഉണ്ടായി. ഇത്തരം ആപത്ത് ഘട്ടങ്ങളൊക്കെ വരുമ്പോൾ നാം ഏറ്റവും അധികം അള്ളാഹുവിലേക്ക് അടുക്കുകയും ഹബീബിനെ കൂടുതൽ ഇഷ്ടപ്പെടുവാൻ നമ്മൾ മുന്നോട്ട് വരും. മൗലൂദ് പാരായണത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. മുള്ളൂർക്കര റൈഞ്ച് സെക്രട്ടറി ഉമ്മർ ദാരിമി പരിപാടിക്ക് നേതൃത്വം നൽകി. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. യത്തീംഖാന പ്രിൻസിപ്പൽ മുബഷീർ ഫൈസി ചടങ്ങിൽ അധ്യക്ഷനായി. നൂറുൽ ഹുദ ജനറൽ സെക്രട്ടറി PA അലി മുഖ്യപ്രഭാഷണം നടത്തി. മാനേജർ അബ്ദുൽ കരീം, അധ്യാപകരായ മർജാൻ ഹൈദമി, സ്വാദിഖ് അൻവരി, സാബിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. AK മാജിദ് സ്വാഗതവും ലത്തീഫ് നന്ദിയും പറഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ പരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ADGPക്കെതിരായ പരാതിയിൽ PV അൻവർ MLA അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി. MLAയുടെ മൊഴി രേഖപ്പെടുത്തിയത് ഷൊർണൂർ ഗസ്റ്റ് ഹൌസിൽ വെച്ച് തൃശൂർ DIG തോംസൺ ജോസ് IPSന്റെ നേതൃത്വത്തിൽ. മുഖ്യമന്ത്രിയുടെ പ്രതികരണം കണ്ടിട്ടില്ലെന്ന് മാധ്യമങ്ങളോട് PV അൻവർ. തൃശൂർ പൂരം വിഷയത്തിൽ മുഖ്യമന്ത്രിയെ പൂർണ്ണമായി വിശ്വസിക്കുന്നുവെന്ന് മുൻമന്ത്രി VS സുനിൽകുമാർ. 24-ന് മുൻപ് പോലീസ് അന്വേഷണ റിപ്പോർട്ട് നൽകുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. പോലീസ് എന്തെങ്കിലും മറച്ചുപിടിക്കാൻ ശ്രമിച്ചാൽ അപ്പോൾ പ്രതികരിക്കും. പൂരം കലക്കിയവർ നടത്തുന്ന അന്വേഷണത്തിൽ തൃശൂർക്കാർക്ക് വിശ്വാസമില്ലെന്ന് മുൻ MP TN പ്രതാപൻ. വിഷയത്തിൽ CPIയും സുനിൽകുമാറും മുട്ടിലിടയുകയാണെന്ന് മുൻ MLA അനിലക്കരെ. പോലീസ് ബസ് മാഫിയ അവിശുദ്ധ ബന്ധം ആരോപിച്ച് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മാർച്ച് പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. അകാരണമായി പിരിച്ചുവിട്ട തൊഴിലാളികളെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ സദൺ റെയിൽവേ പാഴ്സൽ മസ്ദൂർ സഭ അനിശ്ചിതകാല സമരം തുടരുന്നു. പണിമുടക്കിയ തൊഴിലാളികളെയും നേതാക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. പോലീസിനെ ഉപയോഗിച്ച് സമരം അടിച്ചമർത്താമെന്ന റെയിൽവേ ഉദ്യോഗസ്ഥരുടെ ധാരണ വ്യാമോഹം മാത്രമെന്ന് HMS നേതാക്കൾ. അനങ്ങനടി പഞ്ചായത്തിൽ അംഗൻവാടി ജീവനക്കാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് നിയോഗിച്ച സമിതിയിൽ രാഷ്ട്രീയ പക്ഷപാതം ആരോപിച്ച് പ്രതിപക്ഷ പ്രതിഷേധം. BJP UDF അംഗങ്ങൾ ശിശുവികസന ഓഫീസർക്ക് പരാതി നൽകി. നിലവിലെ പട്ടിക റദ്ദാക്കാതെ കമ്മിറ്റിയിലേക്ക് പുതിയ അംഗങ്ങളെ തെരഞ്ഞെടുത്ത നടപടി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യം. പട്ടാമ്പി ചെർപ്പുളശ്ശേരി റൂട്ടിൽ പാതയിലെ മൺകൂന യാത്രാക്ലേശം രൂക്ഷമാക്കുന്നു. ഗതാഗത കുരുക്കിനു പുറമെ പാതയിൽ ചെളി നിറയുന്നതും പതിവായെന്ന് യാത്രക്കാർ. പാതയിലെ മണ്ണു നീക്കാൻ അധികൃതർ ഉടൻ നടപടിയെടുക്കണമെന്ന് ആവശ്യം. നേരിന്റെ വഴികാട്ടിയായി ഗുരുദർശനങ്ങൾ. ശ്രീനാരായണ ഗുരു സമാധി ദിനം, ഉപവാസം, സമൂഹ പ്രാർത്ഥന തുടങ്ങിയ പരിപാടികളോടെ ആചരിച്ചു.
ഗുരുസ്മരണയിൽ നാട്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.